പിടിക്കണോ? ബഹുമാനപ്പെട്ട ലീലാകൃഷ്ണൻ, സതീശൻ, യുവകലാസാഹിതിയുടെ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ, ഈ പരിപാടി ശ്രദ്ധിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട് എന്നെനിക്കറിയാം. അവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി, അതുപോലെ വിവിധ ജില്ലകളിലെ കമ്മിറ്റികളെല്ലാം വളരെ സജീവമായി ഈ ലോക്ക്ഡൗൺ കാലയളവിൽ നമ്മുടെ പ്രവർത്തകർക്ക്, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും അനുഭാവികൾക്കുമൊക്കെയായി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ ചർച്ചയിൽ കൊണ്ടുവരുന്നതിനുമൊക്കെയായി നടത്തുന്ന നല്ല പരിശ്രമങ്ങളായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇത് 2 മാസമായി തുടർച്ചയായി ഇതുപോലെ പരിപാടി നടത്താൻ ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലയളവിൽ കഴിയുന്നു എന്നത് ഏറ്റവും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല, ഒരു നല്ല പ്രവർത്തനമായിട്ട് ഞാനതിനെ കാണുകയാണ്. യുവകലാസാഹിതിയുടെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ ഒട്ടേറെ പ്രഗത്ഭരായ വ്യക്തികൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ ഇതുവരെ തുടർന്നു വന്ന പലതും മാറ്റിവെച്ചുകൊണ്ട് ഈ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചില മാറ്റങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇന്ന് അനിവാര്യമായിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു വലിയ തുടക്കമാണ് യുവകലാസാഹിതി ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയിലൂടെ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യുവകലാസാഹിതി വ്യക്തിപരമായും എനിക്ക് വളരെയേറെ ബന്ധപ്പെട്ട ഒരുപാട് വൈകാരികമായ ബന്ധങ്ങളുള്ളൊരു സംഘടനയാണ്. യുവകലാസാഹിതി ആദ്യമായി രൂപീകരിക്കുന്ന കായംകുളത്ത് KPSCയുടെ അങ്കണത്തിൽ വെച്ച് ഇത്തരമൊരു പ്രസ്ഥാനം, നമ്മളുമായി ബന്ധപ്പെട്ട കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തൊക്കെയുള്ള പ്രവർത്തകർ ചേർന്നൊരു പ്രസ്ഥാനം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ്റെയും അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും ഒക്കെ സംസ്ഥാന നേതൃത്വങ്ങളാണ് ഇത്തരമൊരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ നല്ല നേതൃത്വപരമായ മുൻകൈ എടുത്തത്. പ്രത്യേകിച്ച് സഖാവ് തോപ്പിൽ ഗോപാലകൃഷ്ണൻ അതിനുവേണ്ടി വലിയൊരു പരിശ്രമം നടത്തിയ ആളാണ്. സഖാവ് കാനൻ രാജേന്ദ്രൻ അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ്റെ കേരളത്തിലെ അമരക്കാരൻ എന്ന നിലയിൽ ഈ വലിയ ഒരു പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നതിൽ സഖാവ് തോപ്പിലിൻ്റെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ASFൻ്റെ പ്രവർത്തകരായ സൗ ബിനോയും ഞാനുമൊക്കെ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും അതിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന രംഗത്തുള്ള നമ്മുടെ പ്രവർത്തകരാണ് പ്രധാനമായി ഇതിനൊരു മുൻകൈ എടുക്കുന്നത്. ONV കുറുപ്പ് സാറിനെ പോലെയുള്ള പ്രശസ്തരായ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും സഹകരണവുമൊക്കെ അന്ന് ഉണ്ടായി. ഇന്ന് 50 വർഷത്തിലേക്കൊക്കെ ഏതാണ്ട് അടുത്ത് വരികയാണ്. യുവകലാസാഹിതി എത്രയോ അനുഭവങ്ങൾ, എത്രയോ പ്രവർത്തനങ്ങൾ, ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി വലിയ അംഗീകാരം നേടിയ ഒരു കാലഘട്ടമാണ്. സഖാവ് മമ്മൂട്ടി മാഷ് യുവകലാസാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കുറച്ച് ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. അന്ന് മമ്മൂട്ടി മാഷ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തോളം ആ കമ്മിറ്റിയിൽ മമ്മൂട്ടി മാഷോടൊപ്പം ഒരു സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കാൻ അന്ന് എനിക്ക് അവസരം കിട്ടിയത് ഞാൻ വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടു കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇന്ന് യുവകലാസാഹിതി കേരളത്തിലെ കലാ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന,
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ ഒരു പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ, എം സതീശൻ, AP, ചേർത്തല ജയൻ, അതുപോലെ വനിതാ കലാസാഹിതി അതിന് നേതൃത്വം കൊടുക്കുന്ന ലില്ലി ചേച്ചി, അതുപോലെ നമ്മുടെ ശാരദ ചേച്ചി, എൻ്റെ സഹപ്രവർത്തകയായി ദീർഘകാല ASFൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച നമ്മുടെ ഗീത, അങ്ങനെ ഒരു വലിയ ടീം ഇന്ന് കേരളത്തിൽ യുവകലാസാഹിതിയുടെ നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി ഇവരെല്ലാം ഉയർന്നു നിൽക്കുകയാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മുടെ അധ്യക്ഷനായി ഈ 5-6 മാസം മുൻപ് നമ്മൾ ക്യാപ്റ്റനായി നടത്തിയ ജാഥ, അതിന് കിട്ടിയ സ്വീകാര്യത, ആ ജാഥയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, അത് കേരള പൊതുസമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. ഞാൻ ആ വളർച്ച ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. വളരെ സന്തോഷത്തോടും ഏറെ അഭിമാനത്തോടും കൂടി അതൊക്കെ നോക്കിക്കാണുന്ന ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നവരുമായി ഒന്ന് പങ്കുവയ്ക്കുന്നു. അതിനുവേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ആ ജാഥ നടത്തിയപ്പോൾ AITUC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഞങ്ങളുടെ സഖാക്കളോട് പറഞ്ഞു, തൊഴിലാളികളാണ് ഏത് സന്ദർഭത്തിലും ഇത്തരം കലാസാംസ്കാരിക പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടവർ, അവരെ സഹായിക്കേണ്ടവർ. നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഏത് കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വളർച്ചയിൽ, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ എന്നും എപ്പോഴും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരാണ്. നമുക്ക് എത്രയോ അനുഭവങ്ങളാണ്. KPSC ഒക്കെ നമ്മുടെ ഇന്നും KPSC എന്നുള്ള അത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു വികാരമുണ്ടല്ലോ, കേരളത്തിലെ പൊതുസമൂഹത്തിൽ മലയാളികളിൽ ഉണ്ടാക്കുന്നൊരു വികാരം. അങ്ങനെ എത്രയോ നമുക്ക് പേരെടുത്ത് പറയാൻ തന്നെ കഴിയുന്ന എത്രയോ പേരുണ്ട്, എത്രയോ പ്രവർത്തന അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കലാസാംസ്കാരിക രംഗത്ത് ഇന്ന് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന യുവകലാസാഹിതിയെ, അതിൻ്റെ സാംസ്കാരിക ജാഥയെ നല്ലവണ്ണം സ്വീകരിക്കാനും അവരെ സഹായിക്കാനും ഒക്കെ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ വലിയ ഒരു പിന്തുണയാണ് AITUCയുടെ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗത്തിലുണ്ടായത്. എല്ലാവരും പറഞ്ഞു അവരെ സഹായിക്കാൻ വെറും മാലിട്ട് കൊടുത്താൽ പോരെ, അവരെ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കണം എന്നുകൂടി പറഞ്ഞ അനുഭവം ഉണ്ടായി. ഞങ്ങൾ ചെറിയ തോതിൽ ഞങ്ങളുടേതായൊരു പങ്ക് വഹിക്കുകയും ചെയ്തു. ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ സന്ദർഭത്തിൽ COVID-19 മഹാമാരിയുടെ നടുവിൽ നമ്മളനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒന്നും വിവരിക്കാൻ കഴിയുന്നതല്ല. നമ്മളെല്ലാം നമ്മുടെ അനുഭവത്തിലൂടെ അത് ഓരോ ദിവസവും പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലയളവ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തിലേറെയായി എത്ര പ്രയാസങ്ങളാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്, ജനങ്ങൾ അനുഭവിക്കുന്നത് എല്ലാ മേഖലകളിലും. പക്ഷേ ഒരു സമാധാനം, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം എന്ന് തന്നെ പറയാം. സംസ്ഥാനത്ത് ഗവൺമെൻറ് 24 മണിക്കൂറും എന്ന വിധത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ വലിയ ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കുകയാണ്. എനിക്കറിയാം, ജനുവരി 30-ാം തീയതിയാണ് തൃശ്ശൂരിൽ ആദ്യമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത സന്ദർഭത്തിൽ അന്ന് അർദ്ധരാത്രി 12 മണിയാവുന്ന സമയത്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തിയത്. തൃശ്ശൂരിലെ മന്ത്രിമാരായിരുന്ന സഖാവ് സുനിൽകുമാറും AC മൊയ്തീനും ഒക്കെ ആ പാതിരാത്രിയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും ഡോക്ടർമാരുമൊക്കെയായി ചർച്ച ചെയ്ത് കഴിഞ്ഞ ജനുവരി 30 അന്ന് മുതൽ ഈ നിമിഷം വരെ അവരെല്ലാം എത്ര ജാഗ്രതയോടുകൂടി, എത്ര കരുതലോടുകൂടി ഈ പ്രവർത്തനങ്ങളിലുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അതാണ് വലിയ ഒരു ആശ്വാസം. ജനങ്ങൾ, മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഗവൺമെൻറ് സംവിധാനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, നമ്മുടെ പോലീസ് സേനാംഗങ്ങൾ, വിവിധ വിഭാഗം അവശ്യ സർവീസുകളുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ കഴിഞ്ഞ 2-2.5 മാസമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എത്ര ശുഷ്കാന്തിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്
ഒരു ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയാവുന്നതിൻ്റെ പരമാവധി സാമ്പത്തികമായി സഹായിക്കാൻ, ജനങ്ങളെ സഹായിക്കാൻ ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രയാസം ആ അർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ അങ്ങനെ അനുഭവപ്പെടാത്തത്. ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു തരാൻ, റേഷൻ സംവിധാനം സൗജന്യമായ റേഷൻ എത്തിച്ചു തരാൻ, എല്ലാ വീടുകൾക്കും ഭക്ഷ്യ കിറ്റുകൾ, വളരെയേറെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, പച്ചക്കറി ഉൾപ്പെടെയുള്ള കാർഷിക അത്തരം ആവശ്യങ്ങൾ നിർവഹിക്കാൻ തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഒരു കാലത്ത് ഒരു തരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത്രമാത്രം ഉണർന്ന് നന്നായി പ്രവർത്തിക്കുകയാണ്. ഞാനിപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹമായതുകൊണ്ട് പറയാണ്, തൊഴിലാളികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ത്യയിൽ മൊത്തം കണക്കൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 80 കോടിയോളം തൊഴിലാളികളെ, അത് പ്രത്യേകിച്ച് ഭൂരിപക്ഷം അസംഘടിതരാണ്, സ്ത്രീ തൊഴിലാളികളാണ്. ഏതാണ്ട് 80 കോടിയോളം പേരത് ബാധിച്ചു. അവരുടെ ജീവിതത്തെ ബാധിച്ചു, അവരുടെ വേലയെ ബാധിച്ചു, അവരുടെ കൂലിയെ ബാധിച്ചു. വലിയ ഒരു പ്രതിസന്ധി. അത്രയും നമുക്ക് കേരളത്തിന് അനുഭവപ്പെടാത്തത്. കേരള ഗവൺമെൻറ് തുടക്കം മുതൽ പാവപ്പെട്ട തൊഴിലാളികളെ, പണി നഷ്ടപ്പെടുന്നവരെ, മറ്റ് ആനുകൂല്യങ്ങളോ സാമ്പത്തികമായ സൗകര്യങ്ങളില്ലാത്തവരെ സഹായിക്കണം എന്നൊരു കരുതലുണ്ടായി. ഗവൺമെൻറ്റിന് കഴിയാവുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഓരോ മേഖലയിൽപ്പെട്ടവരെയും സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ആ സഹായം ഇപ്പോഴും തുടരുകയാണ്. ക്ഷേമനിധി ബോർഡുകളായും ഗവൺമെൻറ്റിൻ്റെ മറ്റ് സംവിധാനങ്ങളിൽ കൂടെയും പഞ്ചായത്ത്, അതുപോലെ നമ്മുടെ എല്ലാ മേഖലകളിലൂടെ എത്തിക്കാവുന്നതിൻ്റെ പരമാവധി സഹായം എത്തിക്കുന്നത്. അതിഥി തൊഴിലാളികൾ, എനിക്കറിയാം, ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്നൊരു അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ കുറേശ്ശെ തുടങ്ങിയൊരു മേഖലയാണ് ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിച്ച് പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കേരളത്തിലുണ്ട്. AITUCക്ക് ഒരു യൂണിയൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മൈഗ്രൻ്റ് വർക്കേഴ്സ് നമ്മുടെ ഫെഡറേഷൻ, AITUCയുടെ സീനിയറായ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് വാഴൂർ സോമനാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അഡ്വക്കേറ്റ് വിനു ബോസ് കോട്ടയത്തുള്ള AITUC നേതാവാണ് ജനറൽ സെക്രട്ടറി. ഒറീസയിൽ നിന്നുള്ളൊരു അതിഥി തൊഴിലാളി ഇവിടെ കഴിഞ്ഞ 10-16 വർഷമായി ഇവിടെ താമസിച്ച് ജീവിച്ച് തൊഴിലെടുക്കുന്ന രാജേന്ദ്ര നായിക് ഞങ്ങളുടെ ഫെഡറേഷൻ്റെ സംസ്ഥാന ലീഡറാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് കാക്കനാട് ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്കിലിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിൽ കാര്യങ്ങൾ ബന്ധപ്പെടാനും 2-3 ഭാഷകൾ അറിയാം. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ ഈ മേഖലയിൽപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാൻ എടുത്ത കരുതലും അവർക്കുണ്ടാക്കിയൊരു സുരക്ഷിത ബോധം ചെറുതല്ല. സാമ്പത്തികമായി സഹായിച്ചു അല്ലെങ്കിൽ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തു എന്ന് മാത്രമല്ല, എത്ര ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് അവരെ സംരക്ഷിച്ചത്, അവരെ സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കാണിച്ച ജാഗ്രത. എനിക്ക് എല്ലാ സ്റ്റേറ്റിൽ നിന്ന് AITUCയുടെ സെക്രട്ടറിമാർ, അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിമാർ, അതുപോലെ ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാരൊക്കെ അവരൊക്കെ അറിയിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഓരോ ബീഹാറിൽ നിന്ന് വിളിക്കുന്നു, ഒറീസയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വിളികൾ വരുന്നത്, ജാർഖണ്ഡിൽ നിന്ന്, അതുപോലെ സ്റ്റേറ്റുകളിലുള്ള AITUC സഖാക്കളൊക്കെ അറിയിക്കുന്നത് അവരുടെ വീടുകളിൽ അറിയിക്കുന്ന കാര്യങ്ങൾ. അവരൊക്കെ അവരുടെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും നമ്മുടെ സഖാക്കളോടൊക്കെ പറയുന്നത് കേരളത്തിൽ കിട്ടിയ ഈ സംരക്ഷണം. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് പോയി, ഇനി കുറേ പേര് കൂടി ഉണ്ട്. ആ ഉള്ളവരുടെ കാര്യത്തിലും വലിയ സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് എടുത്തെടുത്ത് പറയുന്നതല്ല, ഒരു ഗവൺമെൻറ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തു വരികയാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ നമുക്കറിയാം, എല്ലാ മേഖലയിലും സ്തംഭനാവസ്ഥ വന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, തൊഴിൽ മേഖലയിൽ ഗവൺമെൻറ് ഇപ്പോൾ കുറച്ച് തൊഴിലുകൾ ആരംഭിച്ചു. ഓരോ മേഖലയിലും ഇപ്പോൾ ലോട്ടറി വിൽപ്പന ആരംഭിച്ചു. ഞങ്ങളുടെ ചെത്തുതൊഴിലാളികൾ തെങ്ങിൻ്റെ മുകളിൽ കയറിയൊക്കെ തെങ്ങും പനയുടെ മുകളിലൊക്കെ കയറി പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. അതൊക്കെ നിർത്തിവെച്ച് അവിടെ മാട്ടൊക്കെ ഇറക്കി, പിന്നെ ജോലിയില്ലാത്തൊരു സാഹചര്യം വന്നു. വീണ്ടും അവരൊക്കെ തെങ്ങിന് മുകളിൽ കയറാനും പനയുടെ മുകളിൽ കയറാനും മാട്ടൊക്കെ കെട്ടി പുതിയ ഒരുക്കങ്ങളായി. കള്ള് കുറേശ്ശെ വീണ്ടും തുടങ്ങി. ഇപ്പോൾ കള്ള് ഷാപ്പുകൾ തുറന്നു, പണി കിട്ടി. അങ്ങനെ ഓരോ മേഖലയിൽ റോഡ് സൈഡിലിരുന്ന് കച്ചവടം ചെയ്യുന്ന നമ്മുടെ വഴിയോര കച്ചവടക്കാർ, ഇതൊക്കെ വളരെ അസംഘടിതരാണ്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എല്ലാവരും കുറേശ്ശെ പണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി എന്നല്ല, എന്നാലും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ വരുമാനം അവർക്ക് ചെറിയ കൂലിയൊക്കെ കിട്ടി തുടങ്ങിയാൽ കുറച്ചുകൂടി അവരുടെ ജീവിത സൗകര്യങ്ങൾ
കുറച്ചുകൂടി അവർക്ക് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒരു ഗവൺമെൻറ് അതീവമായ ശ്രദ്ധ ആ കാര്യത്തിൽ കാണിക്കുന്നത്. എന്നാൽ ഞാൻ ഈ സാംസ്കാരിക പ്രവർത്തകർ കൂടി ഇത് കേൾക്കുന്നതുകൊണ്ട് പറയാം, എത്രമാത്രം നമ്മുടെ ഈ മേഖലയിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയായി അതൊരു തൊഴിലായിട്ട് ഉപജീവനമായി കഴിയുന്നവരുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരാണ്. AITUC ഒരു യൂണിയൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. യുവകലാ സാഹിതിയുടെ നേതാവ് കൂടിയായ സഖാവ് ചേർത്തല ജയനാണ് ഞങ്ങളുടെ സർവകലാ സംഘം. AITUCയുടെ സ്റ്റേറ്റ് യൂണിയനാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ആയിരക്കണക്കിന് മെമ്പർമാരുണ്ട്. എല്ലാ ജില്ലകളിലും അവർക്ക് കമ്മിറ്റിയായി. ഞാനതിൻ്റെ യോഗത്തിൽ മാർച്ച് 1-ാം തീയതി അവരുടെ കൺവെൻഷനിൽ പങ്കെടുത്തതാണ്. എത്ര സജീവമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ കലാകാരന്മാരായ വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു തരത്തിലും വേണ്ടത്ര സംരക്ഷണം സുരക്ഷിതമില്ലാത്ത അത്തരം കലാകാരന്മാർ കലാപ്രവർത്തകരെയൊക്കെയാണ് അവർ ആ യൂണിയൻ്റെ ഭാഗമാക്കി പ്രവർത്തിപ്പിക്കുന്നത്. സിനിമയിലും സീരിയലിലൊക്കെയുള്ള ആൾക്കാരും നാടകപ്രവർത്തകരും ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കുന്നതാണ് ക്ഷേത്രകലകൾ, അത്തരം പല മേഖലകളിൽപ്പെട്ട അവരുടെയൊക്കെ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഒരു തൊഴിലില്ല, ഒരു ജോലി അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്നെ ആദ്യമായി കിട്ടിയ ഒരു നിവേദനം സഖാവ് ചേർത്തല ജയൻ്റെയും സഖാവ് വിൽസൺ ആൻ്റണി, ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി, സർവകലാ സംഘം കൊടുത്ത നിവേദനമായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. സംസ്ഥാന മുഖ്യമന്ത്രിക്കും കൊടുത്തു ഞങ്ങളത്. ഗവൺമെൻറ് ഏറ്റവും അനുഭവപൂർവ്വം അവരുടെ കാര്യങ്ങളിൽ താല്പര്യം എടുത്തു ശ്രദ്ധിക്കാൻ തുടങ്ങി. സിനിമാ രംഗം എത്രയോ മാസങ്ങളായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നില്ല. സീരിയൽ നിർമ്മാണം മാസങ്ങളായിട്ട് നടക്കുന്നില്ല. ഇതൊക്കെ ഒരു നിത്യ വരുമാനം എന്ന പോലെ അതൊരു തൊഴിൽ മേഖലയായിട്ട് ആയിരങ്ങളാണ് പ്രവർത്തിക്കുന്നത്. AITUCക്ക് സിനിമാ രംഗത്ത് സംഘടനയുണ്ട്, മാക്ട ഫെഡറേഷൻ. എനിക്കറിയാം മാക്ട ഫെഡറേഷൻ്റെ ഭാഗമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടന AITUCയുടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ദിവസക്കൂലിക്കാരാണ്. സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിവസക്കൂലി, ഡെയിലി വേജസ്കാരാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ്. അതുപോലെ ഫൈറ്റർമാർ, വലിയ സംഘടനവും സീനുകളൊക്കെ കാണുന്നുണ്ട്. വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ അതിപ്രശസ്തരാകുന്നത് ഒരുപാട് പേരെ ഇടിച്ചു വീഴ്ത്തി അവരിങ്ങനെ വിജയിച്ച് വരുമ്പോഴാണല്ലോ. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാ ഞങ്ങളുടെ ഈ ഫൈറ്റേഴ്സ് യൂണിയനിലൊക്കെയുള്ള അംഗങ്ങളാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ശങ്കർ, എനിക്കറിയാം, ശങ്കർ എൻ്റെ അടുത്ത് പലപ്പോഴും അത് സൂചിപ്പിക്കാറുണ്ട്. വളരെ അപകടകരമായ രംഗങ്ങളിലൊക്കെ നിന്നാണ് അവർ പണിയെടുക്കുന്നത്. ഈ ഫൈറ്റിംഗ് രംഗങ്ങളിലൊക്കെ അവർ നിന്ന് ജോലി ചെയ്ത് കുറേ മാസങ്ങളായിട്ട് ലൈറ്റ് ബോയ്, വണ്ടി ഓടിക്കുന്നവർ, അവിടെ ഭക്ഷണം വിളമ്പാൻ നിൽക്കുന്നവർ, കുറച്ച് തൊഴിലുകളെടുത്ത് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മൾ കാണാത്തൊരു വലിയ വിഭാഗമുണ്ട്. അവരാണ് തൊഴിലാളികൾ, പണിയെടുക്കുന്നവർ. അവരെ സംഘടിപ്പിച്ചതിനാണ് വിനയൻ, പ്രശസ്ത സംവിധായകനായ വിനയനുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വിനയൻ എത്ര വർഷമാണ് പണിക്ക് പുറത്താക്കി നിർത്തിയത്. ഈ എല്ലാ സൂപ്പർ സ്റ്റാറുകളും പ്രഗത്ഭരും സംവിധായകരും നിർമ്മാതാക്കളും എല്ലാം ചേർന്ന് വിനയനെ കശക്കി കളഞ്ഞില്ലേ. വിനയൻ്റെ ഒപ്പം നിന്നത് ഞങ്ങളാണ്, AITUC പ്രവർത്തകരാണ്, മാക്ട ഫെഡറേഷൻ്റെ പ്രവർത്തകരാണ്. തിലകൻ ചേട്ടൻ്റെ ഓട് കാണിച്ച ക്രൂരത എത്ര വലുതാണ്. തിലകൻ ചേട്ടനെ സംരക്ഷിക്കാൻ ഒപ്പം നിന്നവരെ ഞങ്ങളെല്ലാം, നമ്മുടെ പ്രസ്ഥാനമാണ് അവരെ കൂടെ നിന്നത്. ഇപ്പോൾ വിനയൻ്റെ എല്ലാ കേസുകളും നടന്നു കഴിഞ്ഞില്ലേ, എല്ലാ കോടതികളും കയറി ഇറങ്ങിയില്ലേ. ഇന്ത്യയുടെ എല്ലാ കോടതികളിലും എത്താവുന്നിടത്തൊക്കെ വിനയനെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചിട്ട് അവസാനത്തെ വിധി എന്താ? എല്ലാ കോടതിയിലും വിനയം വിജയിച്ചു. അങ്ങനെ ആരെയും ചവിട്ടി മാറ്റി നിർത്താനൊന്നും കഴിയില്ല. അപ്പോൾ വിനയനെന്ന് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം എന്താ? സിനിമ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളും പ്രഗത്ഭരായ സംവിധായകരും പാട്ടുകാരും മാത്രമല്ല, വെളിച്ചത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്നവർ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്ന ആയിരങ്ങൾ. അവരുടെ അധ്വാനമാണ്, അവരുടെ കഷ്ടപ്പാടാണ്. അവരും ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയണം, അവരെ ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞതിനാണ്. അതിൻ്റെ പേരിലൊരു പ്രസ്ഥാനം AITUCയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് വിനയനോട് ഈ എല്ലാ ക്രൂരതയും, വിനയനെ അപമാനിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ ഞാൻ സന്ദർഭവശാലൊക്കെ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ ഉത്സവങ്ങൾ, ഈ ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം, തൃശ്ശൂർ പൂരം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ആറാട്ടുപുഴ പൂരം അതിപ്രശസ്തമായ പൂരമാണ് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ. ആ പൂരമൊക്കെ ഈ ലോക്ക്ഡൗൺ കാലത്ത് നടത്താൻ കഴിയില്ലല്ലോ. കൊടുങ്ങല്ലൂരിലെ ഭരണി, ഞാൻ കൊടുങ്ങല്ലൂർ MLA ആയിരുന്നു, അന്ന് മന്ത്രിയായിരുന്ന സമയത്ത്, ആ 5 വർഷം ഞാൻ തുടർച്ചയായിട്ട്
ഭരണി താലപ്പൊലിയൊക്കെ വരുമ്പോൾ കൊടുങ്ങല്ലൂരിൽ ക്യാമ്പ് ചെയ്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നതാണ്. കൊടുങ്ങല്ലൂരിൽ ഓരോ വീടുകളും ഈ ഭരണി സമയത്ത് വടക്കേ മലബാറിൽ നിന്ന് പ്രത്യേകിച്ച് വരുന്ന ഏറ്റവും പാവപ്പെട്ടവരവരൊക്കെ ഭരണി അവരൊരു നേർച്ച പോലെ എല്ലാ ആണ്ടും അവർ കൊടുങ്ങല്ലൂരിലെത്തും. അതിൻ്റെ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാൻ കൊടുങ്ങല്ലൂരിൽ ഓരോ വീടും ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ നാലുപാടുമുള്ള പ്രദേശങ്ങളിലുള്ള ഓരോ വീടും അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ്. അവരവിടെയാണ് ആ ഉമ്മറം, ആ തിണ്ണ, ആ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും, അവിടുത്തെ ശൗചാലയം, അവിടുത്തെ കിണർ, അവിടുത്തെ കുടിമുറി, അവിടുത്തെ കുളങ്ങൾ, അതെല്ലാം അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു വലിയ സൗഹാർദ്ദം, ഒരു സ്നേഹം കൊടുങ്ങല്ലൂർ നിറഞ്ഞു നിൽക്കുന്നത് 5 വർഷം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഇത്തവണ ഭരണി നടത്താൻ കഴിഞ്ഞില്ല. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഓരോ അനുഭവങ്ങളായും ചൂണ്ടിക്കാണിക്കുകയാണ്. തൃശ്ശൂർ എനിക്കറിയാം, സുനിൽകുമാർ നമ്മുടെ മന്ത്രി എന്ന നിലയിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ആ കാര്യങ്ങളിലൊക്കെ നിർവഹിച്ചത്. കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡുകളായിട്ടും പൂര കമ്മിറ്റികളായിട്ടും വടക്കാൻ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരും മറ്റ് എല്ലാ സംവിധാനങ്ങളുമായി ഏറ്റവും ഭംഗിയായി ആ കാര്യങ്ങൾ എല്ലാവരും ബോധ്യപ്പെടുത്തി തൃശ്ശൂർ പൂരത്തിന് ആ 4 ദിവസത്തെ എല്ലാ ആഘോഷ പരിപാടികളും ഉപേക്ഷിക്കപ്പെട്ടു. അതിൻ്റെ ചടങ്ങ് മാത്രം നടന്നു. കൊടുങ്ങല്ലൂർ MLA നമ്മുടെ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ എന്തൊരു നല്ല നേതൃത്വപരമായ പങ്ക് സുനിലൊക്കെ വഹിച്ചത്. കൊടുങ്ങല്ലൂർ പലർക്കും സംശയമായിരുന്നു, ഭരണി വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുമോ, അത് അനുവദിക്കുമോ, അവിടെ എന്തെങ്കിലും കലാപങ്ങൾ ഉണ്ടാകുമോ. ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അത് ബന്ധപ്പെട്ടിരുന്നു. അതിലൊക്കെ നമ്മുടെ MLAയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, നഗരസഭയുടെ ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥ സംവിധാനം, പോലീസ്, അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒന്നിച്ചു നിന്നു. ആ വിഷയങ്ങളൊക്കെ ഒരു പ്രശ്നങ്ങളില്ലാതെ, ആർക്കും ഒരു പരാതിക്ക് ഇടയില്ലാതെയാണ് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ നമുക്ക് ഒരു ചടങ്ങുകളായിട്ട് നടത്തേണ്ടി വന്നു. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അത് മാത്രമല്ല, ഈ ഉത്സവ സമയത്താണ് കച്ചവടം ചെയ്യാനായി കേരളത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്ന് തൃശ്ശൂർ പൂരത്തിന് ഏതാണ്ട് ഒരാഴ്ച പൊരി വിൽക്കാനും പലഹാരങ്ങൾ വിൽക്കാനും കുട്ടികൾക്കുള്ള കളിക്കൂപ്പുകൾ വിൽക്കാനും തൃശ്ശൂർ ഇങ്ങനെ നിറഞ്ഞ ആയിരക്കണക്കിന്, പലപ്പോഴും തൃശ്ശൂർ പൂരപ്പുറം ആ 4-5 ദിവസം ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒട്ടേറെ പേരുമായിട്ട് അങ്ങനെ സൗഹാർദ്ദവും പരിചയമൊക്കെ ഉള്ള ആളാണ് ഞാൻ. അവരൊക്കെ ആയിട്ട് സംസാരിക്കുക, അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അത് ഈ ഉത്സവങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ ഓരോ ഉത്സവ പറമ്പുകളിലും ഇതുപോലെ കച്ചവടം ചെയ്യാനും കൊച്ചു കൊച്ചു കലാപ്രകടനങ്ങൾ നടത്താനും അതൊരു ജീവിതമാർഗമായി ഒരു 4-5 മാസം ആ ജീവിതമാർഗമാണ് നഷ്ടപ്പെട്ടു പോയത്. ഞങ്ങളത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതുപോലുള്ള കാര്യങ്ങൾ. ഗവൺമെൻറ് അതിലൊരു താല്പര്യം കാണിച്ചു. ഞാനിതൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ തിരിയാൻ ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ പീരീഡിൽ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹായിക്കണം, നല്ലവണ്ണം സഹകരിക്കണം. ഞാൻ ഇന്ന് രാവിലെ മുമ്പത്തെ ചെറുപ്പ് മണ്ഡലത്തിൽപ്പെട്ട നാട്ടിക മണ്ഡലത്തിൽപ്പെട്ട പള്ളിപ്പുറം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഒരു പരിപാടിക്ക് പോയി. രാവിലെ CPIയുടെ ബ്രാഞ്ച് സംഘടിപ്പിച്ചതാണ്. അവിടെ ചെന്നപ്പോഴാണ് പാർട്ടിയുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അവിടെ 180 കുടുംബങ്ങൾക്കാണ് CPIയിലെ സഖാക്കൾ ഏതാണ്ട് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഉൾക്കൊള്ളുന്ന കിറ്റ് ആ ചെറിയൊരു പ്രദേശത്തെ ഇത്രയും വീട്ടുകാർക്കായിട്ട് വിതരണം ചെയ്യാൻ. അപ്പോൾ AIYFലെ പ്രവർത്തകന്മാർ പാഴ്വസ്തുക്കൾ അതുപോലെ പത്രക്കടലാസൊക്കെ വിറ്റ് കിട്ടിയ 10,000 രൂപ ഗീതാഗോപി MLA ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തു ആ ചടങ്ങിൽ വെച്ച്. അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ചേരം, നമുക്ക് വളരെ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. ആ ചേരത്തെ സഖാക്കളോട് പറയാം, ഞങ്ങൾ ബിരിയാണി വിറ്റ്, AIYFലെ പ്രവർത്തകർ ബിരിയാണി ഉണ്ടാക്കി വിറ്റ് ഞങ്ങൾക്ക് വലിയൊരു തുക സമാഹരിക്കാൻ കഴിഞ്ഞു. ഞങ്ങളും അത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് AIYFൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വലിയ വിജയകരമായി ജില്ലയിലുടനീളം ആ പരിപാടി നടത്തി. അപ്പോൾ ജനങ്ങളെല്ലാം ഇതിനോടൊക്കെ സഹകരിക്കുകയാണ്, ജനങ്ങളൊപ്പം നിൽക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒപ്പം ജനങ്ങളുമുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കുക, ഒരുപാട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, അപവാദങ്ങളും ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ല. ജനങ്ങൾ, ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ, കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഗവൺമെൻറ്റിന് വേണ്ട സഹായങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. AITUCയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തൊഴിലാളി പ്രവർത്തകർ, തൊഴിലാളി സംഘടനകളിൽ
സാംസ്കാരിക നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വളർച്ചയുടെയൊക്കെ അടിസ്ഥാന ഘടകം കലാകാരന്മാരാണ്. സാഹിത്യകാരന്മാരും എഴുത്തുകാരും അതുപോലുള്ള വിഭാഗത്തിൽപ്പെട്ടവരുടെ പരിശ്രമങ്ങളാണ്. ഇപ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാലോ KPSC, അഭിമാനത്തോടു കൂടി പറയാലോ നമുക്ക് നമ്മുടെ മേരി ചേച്ചി, അങ്ങനെ എത്രയോ നമുക്ക് പറയാനുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രൗഡായി പറയാൻ കഴിയുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. AB ബർദാൻ ഞങ്ങളോട് മുമ്പൊരിക്കൽ പറഞ്ഞു, ഇപ്റ്റയുടെ ദേശീയ സമ്മേളനം തൃശ്ശൂർ വെച്ച് നടത്തണമെന്ന് സഖാവ് PKVയും ബർദാനും ഞങ്ങളെ നിർബന്ധിച്ച് തൃശ്ശൂർ വെച്ച് ഞങ്ങളൊരു 5 ദിവസത്തെ പരിപാടി അതിഗംഭീരമായി നടത്തുകയുണ്ടായി. അന്ന് ബർദാ സാഹു പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാഹു PKV അത് ആവർത്തിച്ച് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും വേരോട്ടം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ പാർട്ടി എത്തിയത് ഈ കലാകാരന്മാരും ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയാണ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. അവരോടുള്ള ആദരവും ബഹുമാനവും എപ്പോഴും ഉണ്ടായിരിക്കണം. അന്ന് വിപുലമായിട്ടാണ് തൃശ്ശൂരിൽ ഇപ്റ്റയുടെ 2001 5 ദിവസം സതീശനൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് ആ പരിപാടികളൊക്കെ നടത്തിയത്. വളരെ വിജയകരമായി ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. ചെറുപ്പക്കാരായ ഒരു വലിയ ടീം അന്ന് ആ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും കുറേശ്ശെ നമ്മൾ കുറച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊന്ന് മാറിയപ്പോൾ ഞങ്ങൾ ഇത്തവണ AITUC പ്രവർത്തകരോടെല്ലാം ഞാൻ പലപ്പോഴും അത് ആവർത്തിച്ച് പറഞ്ഞു, ഇത്തവണ നമ്മുടെ ശതാബ്ദി ദേശീയ സമ്മേളനം കേരളത്തിൽ വെച്ച് AITUCയുടെ 100ാം വാർഷികം നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ ആലപ്പുഴയിൽ വെച്ച് തന്നെ അത് നടത്തണം എന്ന് പ്രത്യേകമായി പുന്നപ്ര വയലാറിൻ്റെ അനശ്വരരായ രക്തസാക്ഷിയുടെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ആലപ്പുഴയിൽ അത് നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഏറ്റവും ഊന്നൽ കൊടുത്തത് സാംസ്കാരിക പരിപാടികൾക്കാണ്. ആലക്കോട് ലീലാകൃഷ്ണനും EM സതീശനും APയും ND ഗീതയും ചേർത്തല ജയനും അതുപോലുള്ളവരൊക്കെ അവിടെ ഓരോരോ പരിപാടികളുമായി നിൽക്കണം, അതിൽ പങ്കാളികളാകണം. നമ്മുടെ വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ആ സമ്മേളനത്തിൻ്റെ തീം സോങ് എഴുതിയത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ഞങ്ങൾക്ക് സമ്മേളനമൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നെങ്കിലും ഞാൻ ശരത്ചന്ദ്ര വർമ്മയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ സ്വാഗതഗാനം എഴുതിയത്, അത് ചിട്ടപ്പെടുത്താൻ എഴുതി എല്ലാം റെഡിയാക്കി തന്നത് നമ്മുടെ ആലക്കോട് ലീലാകൃഷ്ണനാണ്, യുവലാസഹചര്യ പ്രസിഡന്റ്. തന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഔപചാരികമായി മാർച്ച് 16-ാം തീയതി ലീലാകൃഷ്ണൻ്റെ വീട്ടിൽ പോയി ഞങ്ങളെല്ലാവരും കൂടി അത് ഏറ്റുവാങ്ങാനൊക്കെ തീരുമാനിച്ചെങ്കിൽ ആ സമയത്താണ് നമ്മുടെ ഈ മഹാമാരിയുടെ തുടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ ഇത്തവണ നമുക്ക് പാടാം, ഒന്നിച്ചു പാടാം. 5 ദിവസം ഈ സമ്മേളനത്തിന് മുമ്പായി, സമ്മേളനത്തിൻ്റെ 2 ആഴ്ച മുമ്പായി വയലാറിനെ ഓർക്കാൻ, P ഭാസ്കരൻ മാസ്റ്ററെ ഓർക്കാൻ, ONVയെ ഓർക്കാൻ, ദേവരാജൻ മാഷെ ഓർക്കാൻ, KPSC സുലാജുനെയും അതുപോലെ KPSC ജോർജിനെയും ഓർക്കാൻ, തോപ്പിൽ ബാസിയുടെ ഉൾപ്പെടെയുള്ളവരുടെ, കബിശ്ശേരി ഉൾപ്പെടെ എസ്എൽപൂർ ഉൾപ്പെടെയുള്ളവരുടെ കുറിച്ചൊക്കെ നല്ലവണ്ണം ഒന്ന് നമുക്ക് അനുസ്മരിക്കാനും അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ വലിയൊരു പരിപാടിയാണ് ആലപ്പുഴ പൊതുവായി തീരുമാനിച്ചത്. അതൊക്കെ മാറ്റിവെക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ സമ്മേളനം ഡിസംബറിലാണ്. ഡിസംബർ 6, 7, 8, 9 തീയതികളിലാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ നിശ്ചയിച്ചത് ഡേറ്റ്. ആ ഡേറ്റിൽ സമ്മേളനം നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സാഹചര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ തീരുമാനിക്കാൻ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ആ സമ്മേളനത്തിൻ്റെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ആ പരിപാടികളിലും ഇനി തുടർന്ന് സമ്മേളനം കഴിഞ്ഞാലും തൊഴിലാളി വർഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സാംസ്കാരിക പ്രവർത്തകർക്ക് അവരുടെ കൂടി പങ്കാളിത്തവും അവരുടെ കൂടി അഭിപ്രായവും നിർദ്ദേശവും എല്ലാം കൂട്ടി സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് വെച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി സൂചിപ്പിച്ചു വേണമല്ലോ അവസാനിപ്പിക്കുക. AITUC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ അത് സൂചിപ്പിക്കണം. ഈ കോവിഡ് മഹാമാരിയുടെ മറവിൽ രാജ്യത്തെ തൊഴിലാളികൾക്കെതിരായിട്ടാണ് പണിയെടുക്കുന്നവർ, വേല ചെയ്യുന്നവരായ 80 കോടിയോളം ജനങ്ങളുടെ ജീവിതത്തെയാണ് ഇത്രയും ക്രൂരമായി ആക്രമിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചതിയും വഞ്ചനയും ക്രൂരതയുമാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറുമ്പോൾ വെളിപ്പെടുന്നത്. 20 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചു. 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനൊക്കെ 5 ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. ജനങ്ങളെ, തൊഴിലാളികളെ, പട്ടിണി പാവങ്ങളെ എല്ലാവരും കാണുന്നത്. അവരുടെ മുമ്പിൽ കോർപ്പറേറ്റുകൾ എങ്ങനെ സഹായിക്കാം,
സമ്പന്നരെ എങ്ങനെ കൂടുതൽ കൂടുതൽ സഹായിക്കാം. തൊഴിലാളികളുടെ വേലയും കൂലിയും നഷ്ടപ്പെട്ടാൽ അവർക്കൊന്നുമില്ല. 8 മണിക്കൂർ മെയ്ദിനവും ചിക്കാഗോ ഒക്കെ നിങ്ങൾ പ്രസംഗിച്ചോ, ജോലി ഇനി 12 മണിക്കൂറാണ്. മധ്യപ്രദേശിലെ ഗവൺമെൻറ് പറഞ്ഞു 12 അല്ല 16 മണിക്കൂറാണ്. ഇന്ത്യയുടെ 18 സംസ്ഥാനങ്ങളിൽ തൊഴിൽ നിയമങ്ങളെല്ലാം മരവിപ്പിക്കുന്നു. ഉത്തർപ്രദേശിൽ പുതിയ നിയമം കൊണ്ടുവന്നു, 3 വർഷം ഇനി ട്രേഡ് യൂണിയൻ തന്നെ വേണ്ട. അത്തരമൊരു സാഹചര്യത്തിൽ തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വേലയും കൂലിയും ജീവിതം സംരക്ഷിക്കാൻ ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഈ വർഷം ലോക്ക്ഡൗണിൻ്റെ കാലത്താണ് ഞങ്ങൾ മെയ് ദിനം ആചരിച്ചത്. ഇന്ത്യയിലെ 10 കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ഒന്നിച്ചാണ് മെയ് ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. മെയ് 11-ാം തീയതി AITUCയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ നിയമ തൊഴിലാളികൾക്കെതിരായി കൊണ്ടുവരുന്ന ഈ ആക്രമണത്തിനെതിരായി അതിശക്തമായുള്ള സമരം ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്നലെ 22-ാം തീയതി ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളെല്ലാം ഒന്നിച്ചു നിന്ന് BMS ഒഴിച്ച് INTUCയും AITUC CIT HMS എല്ലാം ഒരുമിച്ച് എല്ലാ തൊഴിലാളി സംഘടനകളും ഒരുമിച്ചാണ് ഇന്നലെ പ്രതിഷേധം നടത്തിയത്. ആയിരങ്ങളാണ് വടക്കേ ഇന്ത്യയിലെ അതുപോലെ വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സമരത്തിൽ, കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തമിഴ്നാട്, ആന്ധ്ര എന്ന് മാത്രമല്ല, ബീഹാർ അല്ലെങ്കിൽ നമ്മളെ സ്ഥിരമായി നമ്മുടെ സ്വാധീന മേഖലയുണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ അതുപോലെ പല ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ സമരമാണ് ഇന്നലെ നടത്താൻ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 19-ാം തീയതി നടത്തിയ ഓൾ ഇന്ത്യ സമരം, ഈ 4 പരിപാടിയിൽ പങ്കെടുത്തൊരു സഖാവെന്നല്ലേ ഞാൻ പറയാണ്. നമ്മുടെ പ്രക്ഷോഭണങ്ങൾക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ അതിൻ്റെ പരിമിതികളും മാനദണ്ഡങ്ങളും ഒക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എത്ര ആൾക്കാർ പങ്കെടുക്കുന്നതിലൊക്കെ. എന്നാലും തൊഴിലാളികൾ വളരെ ശക്തമായി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ, ഈ പോരാട്ടങ്ങളിലും പ്രക്ഷോഭണങ്ങളിലും പങ്കെടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. 1991 പുതിയ സാമ്പത്തിക നയം, ഈ ഉദാരവൽക്കരണത്തിൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഈ പുതിയ സ്വകാര്യവൽക്കരണത്തിൻ്റെ നയം വന്ന അന്നു മുതൽ ആരംഭിച്ചതാണ് നമ്മുടെ സമരം. 30 വർഷമാകാൻ പോവുകയാണ്. ആ പോരാട്ടം, ആ പ്രക്ഷോഭം അനസ്യൂതമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഈ സാഹചര്യങ്ങൾക്കനുസൃതമായി നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി, കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മുടെ ആശയങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എത്തിക്കുന്ന വിധത്തിൽ, അത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളായാലും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായാലും നമ്മുടെ സാംസ്കാരിക സംഘടനകളെല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് ഈ വലിയ ദുരന്തം, അല്ലെങ്കിൽ കോവിഡ് മഹാമാരിയുടെ ഈ ദുരന്തമുഖത്ത് ഒന്നിച്ചു നിന്ന് നമ്മൾ പോരാടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ജീവിതം കശാപ്പ് ചെയ്യുന്ന ഈ ആക്രമണത്തിനെതിരായി വലിയ തോതിലുള്ള കൂട്ടായ്മകളും ഒത്തുചേരലുകളും ശക്തിപ്പെടുത്തലുകളും അത് ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് തയ്യാറെടുക്കാൻ യുവകലാസാഹിതി പോലുള്ളൊരു മഹത്തായ സാംസ്കാരിക പ്രസ്ഥാനം ഇതുപോലുള്ള പരിശ്രമങ്ങൾ നടന്നതുപോലെ നമ്മുടെ ഓരോ സംഘടനകളും അവരുടേതായ കഴിവുകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ തൊഴിൽ നിയമ ഭേദഗതി എന്ന് പറയുന്നത് പൊതുവെ ഇതൊന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. 44 തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് തുടങ്ങിയ ട്രേഡ് യൂണിയൻ ആക്ട് 1926-ലും 1946-ലും 40-ലും 48-ലും ഒക്കെ ഇവിടെ നിയമങ്ങളുണ്ടായി. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒട്ടേറെ നിയമങ്ങളുണ്ടായി. ഈ നിയമങ്ങളെല്ലാം തൊഴിലാളികളെ സംരക്ഷിക്കുക, അവരെ തൊഴിൽ സംരക്ഷിക്കുക, അവർക്ക് കൂലി, അതുപോലുള്ള തൊഴിൽ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ നിയമവ്യവസ്ഥകളുണ്ടാക്കി, അവർക്കൊരു സാമൂഹിക സുരക്ഷിതത്വം ഉണ്ടാക്കി. പ്രൊവിഡന്റ് ഫണ്ടും ESIയും ഗ്രാറ്റുവിറ്റിയും മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റും പെൻഷനും ഒക്കെ വന്നത് അങ്ങനെയല്ലേ. ക്ഷേമനിധി ബോർഡുകൾ അതിൻ്റെ തുടർച്ചയല്ലേ. അതിനൊക്കെ ഏറ്റവും വലിയ മാതൃക കാണിച്ചത് 1957-ലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. അതിന് തുടർച്ചയായി വന്ന ഗവൺമെൻറ്റുകൾ. ഇതൊക്കെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ 44 തൊഴിൽ നിയമങ്ങൾ ഒറ്റയടിക്കാണ് കേന്ദ്ര ഗവൺമെൻറ് റദ്ദാക്കുന്നത്. 44 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി കഴിഞ്ഞ 6 വർഷമായി മോദി സർക്കാർ, ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ നിയമങ്ങളും റദ്ദ് ചെയ്ത് പുതിയ 4 നിയമം കൊണ്ടുവരിക, 4 പുതിയ ലേബർ കോഡ്. ഈ 44 നിയമങ്ങൾക്ക് ബദലായി 4 പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ആ 4 നിയമങ്ങളിലൂടെ തൊഴിലാളികൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും, തൊഴിലാളികൾ ഒരുപാട് സംരക്ഷിക്കപ്പെടും എന്ന് വലിയ തോതിൽ പ്രചരണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം പാസ്സാക്കി.
ഒരു ലേബർ കോഡ് പാർലമെൻറ്റിൽ പാസ്സാക്കി. ബാക്കി 3 നിയമങ്ങൾ കൂടി പാസ്സാക്കാൻ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോവിഡ് മഹാമാരിയും പിന്നീട് ലോക്ക്ഡൗണൊക്കെ വരുന്നത്. അതുകൊണ്ട് പാർലമെൻറ്റിൽ അത് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ലോക്ക്ഡൗൺ, ഈ മഹാമാരി, ഇതൊരു നല്ല അവസരമാണ് എന്ന് കണക്കാക്കി ഇന്ത്യയുടെ ഗവൺമെൻറ് തീരുമാനിച്ചത് എന്താ? ഈ നിയമങ്ങളെല്ലാം ഒറ്റയടിക്കങ്ങ് മാറ്റി എഴുതി തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ പോലും ഹരിക്കുന്ന വിധത്തിൽ, ഒരു ട്രേഡ് യൂണിയനായി പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മുടെ അവകാശങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ഒരു ആക്രമണം എന്ന രീതിയിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നത്. അതിൻ്റെ ആദ്യത്തെ തുടക്കം കുറിച്ചത് എവിടെയാണ്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. BJP ഭരിക്കുന്ന മധ്യപ്രദേശിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും കൊണ്ടുവന്നു. ഉത്തർപ്രദേശിൽ കുറച്ചുകൂടി അവർ അഡ്വാൻസ് ചെയ്തു. 3 വർഷത്തേക്ക് എല്ലാ നിയമങ്ങളും അവർ റദ്ദാക്കിക്കൊണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് ഇറക്കി. ഈ സമയത്ത് മധ്യപ്രദേശ് ഗവൺമെൻറ് ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എടുത്തു. ജോലി സമയം 12 അല്ല 16 മണിക്കൂറാക്കണം. അപ്പോൾ ഇനി 8 മണിക്കൂർ ജോലി സമയമില്ല. ഇനി ജോലി സമയമൊക്കെ 12 മണിക്കൂറും 16 മണിക്കൂറുമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നിയമം അനുസരിച്ചുള്ള മിനിമം വേജസും അതുപോലുള്ള ആനുകൂല്യങ്ങളല്ല. ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് എന്താണ് കൂലി, സർക്കാർ എന്താണ് പറയുന്നത്, അതായത് ഗവൺമെൻറ്റുകൾ, മാനേജ്മെൻറ്റുകൾ എന്താണ് തീരുമാനിക്കുന്നത്, കോർപ്പറേറ്റ് കമ്പനികളുടെ തീരുമാനങ്ങൾ നിർദ്ദേശാനുസരണമായി നമ്മുടെ തൊഴിൽ മേഖലയെ മുഴുവൻ, തൊഴിലാളികളെ മുഴുവൻ ഈ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത്. 600 രൂപ മിനിമം കൂലി കൊടുക്കണം എന്ന് തീരുമാനിച്ചൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ. ഇപ്പോൾ 700 രൂപ കൊടുക്കണം എന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ തീരുമാനമാണ്, ILO അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു 178 രൂപ കൂലി കൊടുത്താൽ മതി. അപ്പോൾ 178 രൂപ കൂലി കൊടുക്കുക, 12 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുക, ചോദിക്കാനോ പറയാനോ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പോലും അവസരമില്ലാത്ത വിധത്തിൽ ഈ ലോക്ക്ഡൗൺ കാലയളവിൽ, ഈ കോവിഡ് മഹാമാരിയുടെ മറവിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടുത്ത ആക്രമണം. രാജ്യത്തിൻ്റെ മറുഭാഗത്താണെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒന്നും മാറ്റിവെച്ചിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കൈവയ്ക്കാതിരുന്നിട്ടില്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്നലെ വരെ കൈവയ്ക്കാത്ത മേഖലകൾ ഉൾപ്പെടെ ഡിഫൻസും അതുപോലുള്ള മേഖലകൾക്കൊക്കെ അല്പം കൈവച്ച് കഴിഞ്ഞതാണല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മുടെ ആകാശവും ഭൂമിയും ഏത് വേണ്ട ISRO, ഏതൊക്കെ മേഖലയാണ്, ധാതു ഖനന മേഖല, കൽക്കരി മേഖല, ഇന്ത്യയുടെ സമ്പത്തായ എല്ലാ മേഖലകളിലേക്കും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്നു. എല്ലാം വിദേശ പങ്കാളിത്തം കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ സമ്പത്ത്, ഇതൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കൂടി ബാധിക്കുന്നതാണ്. ഇന്ത്യയുടെ അഭിമാനത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. തൊഴിലാളികളുടെ തൊഴിലും കൂലിയും മാത്രമല്ല, രാജ്യത്തിൻ്റെ അഭിമാനത്താണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ എത്രയോ പേരുടെ ജീവൻ കൊടുത്താണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും തൊഴിലാളികളുടെ സമരങ്ങളൊക്കെ ഒന്നിച്ച് ബന്ധപ്പെട്ട് കിടക്കല്ലേ. രാജ്യത്തിൻ്റെ ഓരോ സമരങ്ങളിലും ജീവൻ ബലി കൊടുത്തതെല്ലാം തൊഴിലാളികളാണ് രക്തസാക്ഷികളായത്. അവരുടെ ജീവൻ്റെ വിലപ്പെട്ട എത്രയോ അനുഭവങ്ങൾ, എത്രയോ സമരങ്ങൾ, എത്രയോ പ്രക്ഷോഭങ്ങളാണ് സ്വാതന്ത്ര്യ സമരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അങ്ങനെ നേടിയെടുത്ത അവകാശങ്ങൾ, രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുമ്പോൾ കയ്യും കെട്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കോർപ്പറേറ്റുകൾ കൈയടക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം അല്ല ഉണ്ടാകേണ്ടത്. ജനങ്ങൾ ഉണരണം. ജനങ്ങൾക്ക് ആ പ്രതിഷേധം ഉയർത്തി കൊണ്ടുവരാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ നല്ലവണ്ണം പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, നാനാ മേഖലകളിൽ നിന്ന് ഈ പ്രതിഷേധം ഉയർന്നു വരണം. അത് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ് കലാകാരന്മാരുടെ, എഴുത്തുകാരുടെ, സാംസ്കാരിക പ്രവർത്തകരുടെ ശബ്ദത്തിൻ്റെ വില വളരെ വിലപ്പെട്ടതാണ്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചെത്തൊഴിലാളി ഫെഡറേഷൻ്റെ സമ്മേളനം ഞങ്ങൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം കോഴിക്കോട് വെച്ച് നടത്തിയപ്പോൾ അതിലെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലീലാകൃഷ്ണൻ നടത്തിയ പ്രസംഗം ഞാൻ ഒന്ന് ഓർത്തു പോവുകയാണ് ഈ സമയത്ത്. ആ സമ്മേളനത്തിൽ ഉദ്ഘാടനം നടത്തിയത് ലീലാകൃഷ്ണൻ ഒരു 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അത് എനിക്കിപ്പോഴും അത് ഇങ്ങനെ ചെവിയിൽ മുഴങ്ങുകയാണ് ആ പ്രസംഗം. അതിൽ ഒരു പ്രഭാഷണം ആ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ AP നടത്തി. അവരെല്ലാം നടത്തിയത് കോർപ്പറേറ്റുകൾ എങ്ങനെ നമ്മുടെ ഓരോ മേഖല കൈയടക്കുന്നു,
അത് തൊഴിലാളികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ എങ്ങനെയാണ് അതൊക്കെ നോക്കിക്കാണുന്നത്. അത് അവരുടെയൊക്കെ ആ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കൊക്കെ വലിയ ആവേശമാണ് അപ്പോൾ അവിടെ ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടൻ നാടൻ പാട്ട് പാടുന്നവരും നാടൻ കലാകാരന്മാരുടെ ഒരുപാട് കൂട്ടായ്മകളൊക്കെ അവരുടെയൊക്കെ ഓരോ പാട്ടുകളിലും അവരുടെ ഓരോ വാക്കുകളിലും അവരുടെ ഓരോ ഈരടികളിലും താളങ്ങളിലുമൊക്കെ സമരത്തിൻ്റെ പിന്തുണയും സമരഗാനങ്ങളാണതൊക്കെ. വിപ്ലവഗാനങ്ങളും സമരഗാനങ്ങളും എന്ന് പറയുന്നതൊക്കെ ഉണർത്തുകയാണ് നമ്മളെ, കൂടുതൽ സമരത്തിലേക്ക് ഉണർത്തുകയാണ്. ആ സമരത്തിലേക്ക് തയ്യാറെടുക്കാനുള്ള മനസ്സും അതിനുള്ളൊരു ആർജവം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിൽ യുവകലാസാഹിതിയെ പോലുള്ള മഹത്തായൊരു സാംസ്കാരിക പ്രസ്ഥാനം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, വലിയ പങ്കുവഹിക്കുന്നു എന്നത് വളരെ അഭിമാനം തോന്നുകയാണ്. ഞാൻ യുവകലാസാഹിതി പ്രവർത്തകരെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഈ പ്രഭാഷണം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് എനിക്കറിയാം ഗൾഫ് മേഖലയിലുള്ള ഒരുപാട് സഖാക്കളും സുഹൃത്തുക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അവരോട് എല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ്, ഇത് ഇനി വരുന്ന ദിവസങ്ങൾ കുറച്ചുകൂടി കടുത്തതായിരിക്കും. ആ കടുത്ത ദിവസങ്ങളിൽ നമുക്ക് നല്ലവണ്ണം പ്രവർത്തിച്ചു മുന്നോട്ട് പോകാനുള്ള ഊർജം, അതിനുള്ളൊരു വലിയ ആത്മവിശ്വാസം നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നേരിട്ടിതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളുടെയൊക്കെ വലിയ പിന്തുണ ഉയർന്നു വരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ സമരമുഖങ്ങളിൽ കുറച്ചുകൂടി ശക്തമായി നിലയുറപ്പിക്കാനും കുറച്ചുകൂടി ഉറച്ച ശബ്ദത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കാനും കുറച്ചുകൂടി ആർജവത്തോടുകൂടി പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത്. അതിന് യുവകലാസാഹിതി പോലുള്ള മഹത്തായ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ വലിയ അനുഭവങ്ങളാണ്, വിലപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം ഈ സന്ദർഭത്തിൽ ഈ ഒരു പ്രഭാഷണത്തിനായി ഒരവസരം നൽകിയ യുവകലാസാഹിതി പ്രവർത്തകരോട്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലാ പ്രവർത്തകർ ഇതിനൊരു വലിയ മുൻകൈ എടുക്കുന്നവരാണെന്ന് എനിക്കറിയാം.